ഇന്നൊരു ചെറിയ യാത്രയാണ്. നമ്മുടെ സ്വന്തം സഹചാരി നാനോയുടെ കൂടെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അച്ഛനും അമ്മയും 2 കുഞ്ഞു മക്കളും കൂടി പോവാണ്. എസ്കലേറ്റർ കേടായിരുന്നു കേട്ടോ. ബോബു എസ്കലേറ്റർ കയറണേന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടി വന്നത്. നിർഭാഗ്യവശാൽ മുകളിലേക്കുള്ള എസ്കലേറ്റർ മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞൻ ലിഫ്റ്റിലേക്ക് കയറി. ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുഞ്ഞാമാവനും വന്നിട്ടുണ്ടായിരുന്നേ. മെയിൻ ഗേറ്റിലല്ലായിരുന്നു ഞങ്ങൾ വന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീണ്ടും ഒരു പണി കിട്ടി. അവിടെ ലഗേജ് എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റുള്ള ലഗേജും ഉണ്ടായിരുന്നു. ശരിക്കൊരു യാത്ര ചെയ്യുമ്പം നമുക്ക് ഏറ്റവും വേണ്ടത് ഏറ്റവും കുറഞ്ഞ ലഗേജുമായി ചെയ്യുക എന്നുള്ളതാണ്. എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ലഗേജ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ ലഗേജ് കയറ്റും, എവിടെ വയ്ക്കും, ട്രെയിനിൽ കയറിയാൽ വയ്ക്കാൻ സ്ഥലം ഉണ്ടാവുമോ, ഇങ്ങനെ ഒരുപാട് ടെൻഷനുകൾ അതുമായി ചുറ്റിപ്പറ്റി ഉണ്ടാവും. ബെബിയുടെ 2ാമത്തെ ട്രെയിൻ യാത്രയാണ്. ആദ്യ സമയത്ത് അവന് 5 മാസമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അവനത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. അവനും അവൻ്റെ ചേട്ടനും കൂടി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്. ചേട്ടായി പറയുന്നതിനൊക്കെ തിരിച്ച്. ഒന്നും ചേട്ടായിക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ പുള്ളി ഹാപ്പിയാണ്. ഞങ്ങൾ സെക്കൻഡ് AC ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനമായി വലിയ തിരക്കൊക്കെ ഇല്ലാതെ പോകാൻ പറ്റി കേട്ടോ. വൈകുന്നേരം 4:50 ട്രെയിൻ. ഞങ്ങളുടെ ലൈഫിൽ തന്നെ ആദ്യമായി റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന് കാത്തിരിക്കാതെ ട്രെയിൻ വന്നു. ഒരു 15 മിനിറ്റ് കാത്തിരുന്നു. അതൊരു കാത്തിരിപ്പേ അല്ല. സാധാരണ 1-2 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് ട്രെയിൻ വരാറ്. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ തീവണ്ടി തലസ്ഥാന നഗരിയിൽ വന്നെത്തി. തിരുവനന്തപുരത്തേക്കായിരുന്നു ഈ യാത്ര. അവിടെ നിന്ന് എന്തായാലും ഭാഗ്യത്തിന് ലഗേജ് എടുക്കാൻ വേണ്ടി ആളെ കിട്ടി. അവർക്ക് ലഗേജും കൊടുത്ത് ഞങ്ങൾ കൂളായി അവരുടെ കൂടെ നടന്നു. ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു നോർത്ത് ഇന്ത്യൻ സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണിയായപ്പോഴത്തേക്കും പുള്ളി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. പുള്ളി 3 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് പക്ഷേ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ കുടുംബത്തോടെയൊക്കെ വന്നിറങ്ങുന്നത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തെ. ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും പരിചയമില്ല, സ്ഥലങ്ങൾ പരിചയമില്ല. അപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് തന്നെ മറ്റുള്ളവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നതാണ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബെബി അപ്പോഴത്തേക്ക് എഴുന്നേറ്റു കേട്ടോ. ട്രെയിൻ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബെബി എഴുന്നേറ്റു. പിന്നെയും കാഴ്ചകൾ കണ്ട് പാട്ടൊക്കെ പാടി കാറിലിരിക്കുകയാണ്.